എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് 6th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് വർക്ക്ഷീറ്റാണ്. വീഡിയോയിലേക്ക് നോക്കാം. പുതിയ പാഠം മധ്യകാല കേരളം, ചാപ്റ്റർ 9 മിഡീവിയൽ കേരള. ആദ്യം പെരുമാക്കളെ പറ്റി നമുക്ക് പഠിക്കാം. CE 9ാം നൂറ്റാണ്ടോടെ മഹോദയം കേന്ദ്രമാക്കി രാജഭരണം നിലവിൽ വന്നു. ഇവിടുത്തെ രാജാക്കന്മാരെയാണ് പെരുമാക്കളെന്ന് അറിയപ്പെടുന്നത്. ഇന്നത്തെ കൊടുങ്ങല്ലൂരും സമീപ പ്രദേശങ്ങളുമാണ് അന്നത്തെ മഹോദയപുരം എന്നറിയപ്പെടുന്നത്. ഇന്നത്തെ കേരളത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും പെരുമാക്കളുടെ ഭരണത്തിന് കീഴിലായിരുന്നു. പെരുമാൾസ്, എ കിങ്ഡം ബേസ്ഡ് അറ്റ് മഹോദയപുരം, വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി 9th century CE. The rulers of the kingdom were known as Perumals. Present Kodungalur and its surrounding areas were known as Mahodayapuram in those days, and most regions present in Kerala were under the rule of Perumals. അടുത്തത് നാടുവാഴി സ്വരൂപങ്ങൾ. 12ാം നൂറ്റാണ്ടോടെ പെരുമാൾ ഭരണം അവസാനിച്ചു. അതോടെ അവരുടെ കീഴിൽ ഭരണം നടത്തിയിരുന്ന നാടുവാഴികൾ അതത് നാടുകളിൽ സ്വന്തം നിരക്ക് ഭരണം ആരംഭിച്ചു. നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ സ്വരൂപങ്ങളെന്ന് അറിയപ്പെട്ടു. നാടുവാഴിയുടെ കുടുംബവും സ്വരൂപം എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. കുടുംബത്തിലെ മൂത്ത അംഗമാണ് അധികാരം കൈയാളിയിരുന്ന ആൾ. ഇവർ ഭരിച്ചിരുന്ന ഓരോ പ്രദേശങ്ങളുടെ ഒരു പ്രവർത്തനമുണ്ട്, അത് നമുക്ക് പരിശോധിക്കാം. പട്ടിക പൂർത്തിയാക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അവിടെ വേനാട് ഭരിച്ചിരുന്നത് തൃപ്പാപ്പൂർ സ്വരൂപമാണ്. കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം, കോഴിക്കോട് നെടിയിരുപ്പ് സ്വരൂപം, ചിറക്കൽ കോല സ്വരൂപം. നെക്സ്റ്റ് നാടുവാഴി സ്വരൂപം. ദ റെയിൻ ഓഫ് പെരുമാൾസ് കെയിം ടു എൻ എൻഡ് ബൈ ദി 12th century. Consequently, the chieftains who were the local rulers under the Perumals began to rule their respective Nadu independency. The region under the control of a chieftain was known as Swarupam. The joint family of the chieftain was also known as Swarupa. Eldest member of the family became the rulers. The major Swarupas during the ages were Venad, ruled by Trippapur, Kochi, Perimbadappu, കോഴിക്കോട് നെടിയിരുപ്പ്, ചിറക്കൽ കോല സ്വരൂപം. അടുത്തത് കച്ചവടം. മധ്യകാല കേരളത്തിൽ പുറംനാടുമായുള്ള കച്ചവടം പ്രാദേശിക കച്ചവടവും പുരോഗതി പ്രാപിച്ചിരുന്നു. തുടക്കത്തിൽ കച്ചവടം പ്രധാനമായും സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന കൊടുക്കൽ വാങ്ങൽ രീതിയായിരുന്നു. പിന്നീട് നാണയം നൽകിയുള്ള സാധനങ്ങളിലേക്ക് വന്നു. ട്രേഡ്. Earlier, trade were carried out through the exchange of goods for goods. Later, goods began to be exchanged for money. That is, barter system was in the earliest age. Then came the exchange of money system in the field of trade. അടുത്തത് അങ്ങാടികൾ. അക്കാലത്ത് സമുദ്ര വാണിജ്യത്തിൽ വലിയ പുരോഗതി ഉണ്ടായി. കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങളുടെ ആവശ്യം വർദ്ധിച്ചു. ഉൾനാടുകളിൽ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ കൃഷി വ്യാപിച്ചു. ഗ്രാമങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ അങ്ങാടികളിൽ കൊണ്ട് കൈമാറി. അങ്ങാടികളുടെ വളർച്ച പ്രാദേശിക കച്ചവടം ശക്തിപ്പെടുന്നതിന് സഹായകരമായി തീർന്നു. Markets. Maritime trade attained tremendous progress during the medieval period. The demand for exported goods increased. This resulted in the increase in cultivation of such crops in rural areas. These goods were exchanged in the markets. The development of market helped in strengthening the local trade. അന്നത്തെ ഒരു അങ്ങാടിയാണിത്. അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായണി തുടങ്ങിയവയാണ് അന്നത്തെ പ്രധാന അങ്ങാടികൾ. അതുപോലെ തന്നെ പ്രധാന തുറമുഖങ്ങൾ കൊല്ലം, കൊച്ചി, കോഴിക്കോട്, വളപട്ടണം എന്നിവയായിരുന്നു. മേജർ മാർക്കറ്റ്സ് ഓഫ് ദ പീരീഡ് വെയർ അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട് ആൻഡ് പന്തലായനി. ആൻഡ് ദി മേജർ പോർട്സ് വെയർ കൊല്ലം, കൊച്ചി, കോഴിക്കോട് ആൻഡ് വളപട്ടണം. ദി ഇമേജ് ഈസ് ഓഫ് എ മാർക്കറ്റ് ഇൻ ദി മെഡീവൽ പീരീഡ് ഓഫ് കേരള. ഫസ്റ്റ് വർക്ക്ഷീറ്റ്. പെരുമാൾ കാലത്തെ സാമൂഹികവും സാമ്പത്തികവുമായ സവിശേഷതകൾ പട്ടികപ്പെടുത്തുക എന്നാണ്. ലിസ്റ്റ് ഔട്ട് ദി സോഷ്യോ എക്കണോമിക് ഫീച്ചേഴ്സ് ഓഫ് പെരുമാൾ പീരീഡ്. പാഠപുസ്തകത്തിൽ ഇത് നൽകിയിട്ടുണ്ട്. ജലലഭ്യതയുള്ള പ്രദേശങ്ങളിൽ കൃഷി വ്യാപകമായി. കാർഷിക ഗ്രാമങ്ങളിൽ ബ്രാഹ്മണർ അധികാരം സ്ഥാപിച്ചു. ക്ഷേത്രങ്ങൾ അധികാര കേന്ദ്രങ്ങളായി വികസിച്ചു വന്നു. കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം ബ്രാഹ്മണർക്കായിരുന്നു. ഭൂമിയിൽ നേരിട്ട് അധ്വാനിച്ചിരുന്നവർ ആളടിയാന്മാരായിരുന്നു. Socio-economic features were agriculture flourished in areas close to water resource. Brahmins established their power in agriculture villages. Temples developed as centers of power. The ownership of farmlands were vested with the Brahmins.
Aladiars were the people who toiled in the soil. അടുത്ത വർക്ക്ഷീറ്റ് വ്യത്യാസം കുറിക്കുക. നാടുവാഴികൾ, പെരുമാക്കൾ. റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നാടുവാഴികൾ ആൻഡ് പെരുമാൾസ്. പെരുമാക്കൾ CE 9-ാം നൂറ്റാണ്ടോടെ മഹോദയം കേന്ദ്രമാക്കി രാജഭരണം നിലവിൽ വന്നു. ഇവിടുത്തെ രാജാക്കന്മാരെയാണ് പെരുമാക്കൾ എന്നറിയപ്പെടുന്നത്. ഇന്നത്തെ കൊടുങ്ങല്ലൂരും സമീപ പ്രദേശങ്ങളാണ് മഹോദയം എന്നറിയപ്പെട്ടിരുന്നത്. പെരുമാക്കൾ ചേരമൻ തുടങ്ങിയ പേരുകളിലും അറിയപ്പെടുന്നു. ചില ഭരണാധികാരികൾ കുലശേഖരൻ എന്നു സ്ഥാനപ്പേരും സ്വീകരിച്ചു. ഇന്നത്തെ കേരളത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. അടുത്തത് നാടുവാഴി. കൃഷി വളർന്നതോടെ നാടുകളുണ്ടായി. ഈ നാടുകൾ ഭരിച്ചിരുന്നവർ നാടുവാഴികൾ എന്നറിയപ്പെട്ടു. 12-ാം നൂറ്റാണ്ടോടെ പെരുമാൾ ഭരണം അവസാനിച്ചു. അതോടെ അവരുടെ കീഴിൽ ഭരണം നടത്തിയിരുന്ന നാടുവാഴികൾ അതത് നാടുകളിൽ സ്വന്തം നിലയ്ക്ക് ഭരണം ആരംഭിച്ചു. നാടുവാഴിക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടു. നാടുവാഴിയുടെ കുടുംബവും സ്വരൂപം എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടത്. Perumal's, a kingdom based on Mahadevapuram, was established by the 9th century CE. The rulers of the kingdom were known as Perumals. The present Kodungallur and the surrounding areas were known as Mahadevapuram in those days. The Perumals were also known as Cheras and Cheramans. Some of these rulers adopted the title Kulashegara. Most reigns in present Kerala were under the rule of the Perumals. Naduvazi. As agriculture became widespread, the large area of land called Nadu developed. Those who established power over the Nadu came to be known as Naduvazis. The reign of Perumals came to an end by the 12th century. Consequently, the chieftains who were the local rulers under the Perumals began to rule their respective Nadus independently. The region under the control of the chieftain was known as Swarupam. The joint family of the chieftain was also known as Swarupam. ഈ വർക്ക്ഷീറ്റുകളും നോട്ട്ബുക്കിൽ എഴുതി ടീച്ചറിന് അയച്ചു കൊടുത്ത് ആക്ടിവിറ്റികൾ പൂർത്തിയാക്കുക. ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.